കൊച്ചിയിൽ വീണ്ടും ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് പച്ചക്കൊടി ഉയരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് തൊട്ടടുത്ത് അത്താണിയിലാണ് നിർദ്ദിഷ്ട സ്റ്റേഡിയത്തിന് സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. സ്റ്റേഡിയത്തിനായി പരിസ്ഥിതി അനുമതി ഉൾപ്പെടെ നേടേണ്ടതുണ്ടെന്ന് KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് പറഞ്ഞു. ഇടക്കൊച്ചിയിലെ നിയമക്കുരുക്കിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് KCA അത്താണിയിൽ സ്പോർട്സ് സിറ്റിക്കും രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിനും സ്ഥലം കണ്ടെത്തിയിട്ടുള്ളത്. അത്താണിയിൽ 60 ഏക്കർ സ്ഥലം ഏറ്റെടുക്കും. 30 ഏക്കറിൽ സ്റ്റേഡിയം വരും. ഇതിനു മുന്നോടിയായുള്ള നയരേഖ KCA പ്രസിഡന്റ് ജയേഷ് ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകി. ഭൂവുടമകളുമായി ചർച്ച ചെയ്ത് ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കും. പരിസ്ഥിതിക്ക് അനുകൂലമാണ് പദ്ധതിയെന്ന് ഉറപ്പാക്കുകയും ചെയ്യും. ആലുവ നിയോജകമണ്ഡലത്തിൽ ചെങ്ങമനാട് പഞ്ചായത്തിൽ നാഷണൽ ഹൈവേക്ക് സമീപം കോട്ടായിയിൽ BCCIയും KCAയും കൂടി ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം പ്രപ്പോസൽ ഞങ്ങളുടെ മുമ്പിലും പഞ്ചായത്തിന്റെ മുമ്പിലും ജനപ്രതിനിധികളുടെ മുമ്പിലൊക്കെ വെച്ചിട്ടുണ്ട്, ഗവൺമെന്റ് മുമ്പിലും വെച്ചിട്ടുണ്ട്. അതിന് ഞങ്ങൾ ഈ പ്രപ്പോസൽ വെച്ചപ്പോൾ തന്നെ വളരെ സന്തോഷത്തോടെ അതിനെ സ്വാഗതം ചെയ്യുന്നു, ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നു. പക്ഷെ അവിടെ ഞങ്ങളൊരു കണ്ടീഷൻ പറഞ്ഞിരുന്നു. അവിടുത്തെ ഈ പറഞ്ഞ പ്രദേശത്തുള്ള എൻവയോൺമെന്റ് ക്ലിയറൻസ് അതിന് സ്റ്റഡി ചെയ്യണം, ക്ലിയറൻസ് മേടിക്കണമെന്നും ഞങ്ങൾ അവിടെ പറഞ്ഞിട്ട്. കാരണം നാളൊരു മഴയോ മറ്റുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ വെള്ളമൊക്കെ വരുമ്പോൾ അതവിടെ അതിന് തടസ്സമാകരുത് ആ കാര്യങ്ങൾ. അപ്പം അതുകൊണ്ട് അവര് അത് ചെന്നൈയിൽ ആസ്ഥാനമായ ഒരു കമ്പനി ഇതുപോലെ സ്റ്റഡി നടത്തുന്നതാണ് അവർ ഞങ്ങളോട് അന്ന് പറഞ്ഞത്. തീർച്ചയായിട്ടും ആ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റേഡിയവുമായി മുന്നോട്ട് പോകണം, യാതൊരു തടസ്സമില്ല. എന്നാലും പിന്നെ അതിന് ബന്ധപ്പെട്ട രേഖകളും ഒക്കെ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വവും അത് ഗവൺമെന്റിനും റവന്യൂ വകുപ്പും അതിൽ മറ്റുള്ള അധികാരികൾക്കാണ്. തീർച്ചയായിട്ടും സ്റ്റേഡിയം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഒത്തിരി ഡെവലപ്മെന്റ് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ഈ സ്റ്റേഡിയം തന്നെ അവർ പ്രപ്പോസ് ചെയ്യാൻ കാരണം ഇന്റർനാഷണൽ സ്റ്റേഡിയം, നാഷണൽ ഹൈവേ ഒക്കെ വന്നതുകൊണ്ടാണ് BCCIയും KCAയും ഇവിടെ ഈ സ്റ്റേഡിയം പ്രപ്പോസ് ചെയ്യാനുള്ള കാര്യം തന്നെ. പിന്നെ അതിനോടനുബന്ധിച്ചൊരു കാര്യം തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഞാൻ നിയമസഭയുടെ അകത്തും പുറത്തുമൊക്കെ നിരന്തരമായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. നമ്മളിപ്പോൾ മെട്രോ ആലുവയിലാണ് വന്ന് നിൽക്കുന്നത്. ആ മെട്രോ നമുക്ക് എയർപോർട്ട് വരെ നീട്ടേണ്ട ആവശ്യകത ഏറ്റവും കൂടുതൽ അനിവാര്യമായിരിക്കുകയാണ്. ഇപ്പോൾ ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ട്, അതുപോലെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് ഒത്തിരി വികസനങ്ങൾ വേറെയും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗവൺമെന്റ് തീർച്ചയായിട്ടും കൊച്ചി മെട്രോ ആലുവയിൽ നിന്നും നെടുമ്പാശ്ശേരിയിൽ നീട്ടാനുള്ള സാഹചര്യം എത്രയും വേഗം ഉണ്ടാകുന്നതാണ് ഈ തരണത്തിലെ വീണ്ടും ഗവൺമെന്റ്. സ്പോർട്സ് സിറ്റിയോട് പൊതുവെ അനുകൂല നിലപാടാണ് പ്രദേശവാസികൾക്കുള്ളത്. 7 സ്വകാര്യ വ്യക്തികളുടെയും 3 കമ്പനികളുടെയും ഉടമസ്ഥതയിലുള്ളതാണ് സ്റ്റേഡിയത്തിനായി കണ്ടെത്തിയ ഭൂമി. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.